നമസ്കാരം. ഇത്രയധികം ഭൂമി എന്തിന് എന്ന ചോദ്യം ഉന്നയിച്ച് എരുമേലി ഗ്രീൻഫീൽഡ് എയർപോർട്ടിനുള്ള ഭൂമി ഏറ്റെടുക്കൽ വിജ്ഞാപനം ഹൈക്കോടതി റദ്ദാക്കുമ്പോഴും 2008 ശേഷം രാജ്യത്ത് നിർമ്മിച്ചതോ അനുമതി ലഭിച്ചതോ ആയ വിമാനത്താവളങ്ങൾക്കുള്ളത് 2000 ഏക്കറിന് മുകളിൽ ഭൂമി. കേന്ദ്ര സർക്കാരിന്റെ ഗ്രീൻഫീൽഡ് നയം വന്നതിന് ശേഷം രാജ്യത്ത് നിർമ്മിക്കുന്ന വിമാനത്താവളങ്ങൾക്കെല്ലാം ഏറ്റെടുക്കുന്നത് പദ്ധതിക്ക് വേണ്ടതിലും കൂടുതൽ ഭൂമിയാണ്. 2008 ഗ്രീൻഫീൽഡ് നയം രൂപീകരിച്ചത്. അതിനുശേഷം 5 വിമാനത്താവളങ്ങൾക്ക് ഏറ്റെടുത്തത് 2000 ഏക്കറിന് മുകളിൽ ഭൂമിയാണ്. ഇതിൽ കേരളത്തിൽ നിന്നുള്ള കണ്ണൂർ വിമാനത്താവളവും ഉൾപ്പെടുന്നു. 2300 ഏക്കർ ഭൂമിയാണ് കണ്ണൂരിന് വേണ്ടി ഏറ്റെടുത്തത്. ഗോവയിലെ മോപ്പ എയർപോർട്ടിന് 2271 ഏക്കറും വിശാഖപട്ടണത്തെ ഭോഗാപുരത്ത് 2200 ഏക്കറും നവി മുംബൈയിൽ 2866 ഏക്കറും തമിഴ്നാട്ടിലെ പരന്തൂരിൽ 5367 ഏക്കറും വിമാനത്താവളങ്ങൾക്ക് വേണ്ടി ഏറ്റെടുത്തിട്ടുണ്ട്. ഇതിനു പുറമെ ഹൈദരാബാദ് GMRന് 5500 ഏക്കറും ബംഗളൂരുവിന് 4000 ഏക്കറും നോയിഡയ്ക്ക് 7200 ഏക്കറും ഭൂമിയുണ്ട്. യാത്രക്കാർക്കും ജീവനക്കാർക്കും എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കുന്ന വിവിധോദ്ദേശ ടൗൺഷിപ്പുകൾ എന്ന നിലയ്ക്കാണ് വിമാനത്താവളങ്ങളെ ഗ്രീൻഫീൽഡ് നയമനുസരിച്ച് വിഭാവനം ചെയ്യുന്നത്. അതേസമയം ശബരിമല വിമാനത്താവളത്തിന് ഭൂമി ഏറ്റെടുക്കാനുള്ള പ്രാഥമിക വിജ്ഞാപനം ഹൈക്കോടതി റദ്ദാക്കിയതിനെതിരെ സർക്കാർ അപ്പീൽ പോകാൻ ആലോചിക്കുന്നുണ്ടെങ്കിലും വിശദമായ പദ്ധതി റിപ്പോർട്ടിന്റെ അന്തിമ അനുമതി അടക്കം വൈകാൻ പുതിയ സാഹചര്യം ഇടയാക്കും. കഴിഞ്ഞ ജൂലൈയിൽ സമർപ്പിച്ച DPRന്മേൽ കേന്ദ്ര വ്യോമയാന മന്ത്രാലയവും സംസ്ഥാന സർക്കാരുമായി ആശയവിനിമയം തുടരുന്നതിനിടയിലാണ് ഭൂമി ഏറ്റെടുക്കലിന് തടസ്സം നേരിട്ടിരിക്കുന്നത്. 2029 പദ്ധതി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നത്. അതിന് നടക്കാൻ സാധ്യതയില്ല. കോടതി നിർദ്ദേശപ്രകാരമുള്ള പുതിയ സാമൂഹിക ആഘാത പഠനത്തിൽ ഭൂമിയുടെ അളവ് ഉൾപ്പെടെ എന്ത് മാറ്റം വന്നാലും പരിസ്ഥിതി ആഘാത പഠന റിപ്പോർട്ട് മുതൽ DPR വരെയുള്ള രേഖകളിൽ മാറ്റം വരുത്തണം. ഇക്കാര്യത്തിൽ തീരുമാനം വരെ DPRന് കേന്ദ്രം അന്തിമാനുമതി നൽകിയേക്കില്ല.